തൃശ്ശൂർ ജില്ലാ നെറ്റ്ബോൾ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് മുഴുവൻ നീളം നടക്കുന്ന ഈ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പഴയ പ്രധാന അസിസ്റ്റന്റ് വികാരി ഫ്രാൻസിസ് കല്ലമ്പകളാണ്. അദ്ദേഹത്തെ ഈ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് മറ്റ് അധ്യാപകരെ, അസോസിയേഷൻ ഭാരവാഹികളെ, കോച്ചസ്, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയമുള്ളവരെ, ആദ്യ മത്സരം നടക്കുന്നത് ഡോൺ ബോസ്കോ യൂത്ത് സെന്റർ മാന്നാമംഗലം സ്പോർട്സ് അക്കാദമി ടീമുകളെ കായിക താരങ്ങളെ പരിചയപ്പെടാൻ ചീഫ് ഗസ്റ്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓരോ കളിയും നമ്മൾ പരിശീലിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ എല്ലാ കോച്ചുമാരും പറയുക 3 കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നതാണ്. അതിലൊന്നാമത്തേത് പ്രാക്ടീസ് ഒരിക്കലും മുടക്കരുത് എന്നതാണ്. രണ്ടാമത്തേത് വിഷ്വലൈസേഷൻ നടത്തണം എന്നതാണ്. മൂന്നാമത്തേത് നിങ്ങളുടെ ഓരോ കളിക്ക് ശേഷവും നിങ്ങളുടെ പെർഫോമൻസ് ഉയർന്നതാണോ താഴ്ന്നതാണോ എന്നതിനൊരു ഇവാലുവേഷൻ നടത്തണം എന്നതാണ്. ഞാൻ സെമിനാരിയിൽ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന വേളയിൽ കോച്ചിങ്ങിൻ്റെ സമയത്ത് എല്ലാ ദിവസവും എൻ്റെ കോച്ച് പറയുമായിരുന്നു, ഇന്ന് എത്ര നേരം വിഷ്വലൈസേഷൻ നടത്തി, എത്ര മണിക്കൂർ പ്രാക്ടീസ് നടത്തി, കഴിഞ്ഞ ദിവസത്തെ കളിയിൽ നിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് എത്ര നേരം നീ പരിശോധിച്ചു എന്ന്. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോ കളിയിലെയും സമീപിക്കുമ്പോൾ നമ്മുടെ ഒരു ഡിസിപ്ലിൻ അതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ഹാർഡ് വർക്കും പ്രാക്ടീസും വിഷ്വലൈസേഷനൊക്കെ നമ്മളെ തന്നെ ഫോം ചെയ്യുന്ന ഒരു രീതിയാണ്. ഏറ്റവും മികച്ചതായിട്ടുള്ളത് പുറത്തു വരുവാനുള്ള അവസരങ്ങളാണ് വിഷ്വലൈസേഷനിലൂടെ നമുക്ക് സാധിക്കുക. വിഷ്വലൈസേഷൻ്റെ പ്രത്യേകത എന്ന് പറയുക, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്നൊരു ബോധ്യം നമ്മളിലേക്ക് കൊണ്ടുവരണം. ഞാൻ എടുക്കുന്ന ഓരോ മൂവ്മെൻറ്റും ഞാൻ കൊടുക്കുന്ന ഓരോ പാസും ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്ന ഓരോ ഷൂട്ടും ഏറ്റവും മികച്ചതാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അത് ഭാവനയിൽ കാണുക എന്നതാണ് വിഷ്വലൈസേഷൻ. അതുപോലെ തന്നെ പ്രാക്ടീസ് ഒരിക്കലും മുടക്കരുതെന്ന് പറയാനുള്ള കാരണം, നമ്മുടെ മനസ്സ് നിൽക്കുന്നിടത്ത് നമ്മുടെ ശരീരവും എത്തണം. ഉയരത്തിൽ ചാടുവാനും കൃത്യതയിൽ പാസുകൾ കൊടുക്കുവാനും ഏറ്റവും വേഗതയിൽ ഏറ്റവും ചടുലമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് എടുക്കുവാനും ഒക്കെ നമ്മുടെ ശരീരത്തെ തയ്യാറാക്കുന്നത് നമ്മുടെ ഈ പ്രാക്ടീസാണ്. അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് മുടക്കരുതെന്ന് പറയും. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് വേണമെന്ന് പറയും. നമ്മൾ ഇഷ്ടമുള്ള പല കാര്യങ്ങളും ത്യജിക്കേണ്ടതായിട്ട് വരും. ഏറ്റവും കൂടുതൽ ഓരോ കളിക്കും കൊടുക്കേണ്ട സമയമാണ്, ഡെഡിക്കേഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ, ഇഷ്ടമുള്ള മറ്റു പല വിനോദങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതിൻ്റെ റിസൾട്ട് കാണുന്നത് നമ്മളൊരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് കഴിയുമ്പോഴാണ്. ഇന്നിവിടെ ഒത്തിരിയേറെ ടീമുകളുണ്ട്, ഒത്തിരിയേറെ കളിക്കാരുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയകരമായി തീർക്കുവാനായിട്ട് എല്ലാവരോടും എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ ഒരു ടീം മാത്രമേ ടൈറ്റിൽ വിന്നറായിട്ട് വരുള്ളൂ. നമ്മൾ ഓർക്കും ആ ടൈറ്റിൽ വിന്നറായ ടീമിലെ അംഗങ്ങൾ മാത്രമാണ് വിജയികളെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ വന്നിരിക്കുന്ന ഇടങ്ങളിലെ ഏറ്റവും മികച്ച കളിക്കാരാണ് നിങ്ങൾ. നിങ്ങളിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കഴിവ് പുറപ്പെടുവിക്കുക എന്നുള്ള ഒരു അവസരമാണ് ഈ ടൂർണമെൻറ്റിൽ നിന്ന് ഇവിടെ നൽകിയിരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു കളി ജയിച്ചാൽ നിങ്ങൾ ഓർക്കണം, ഞങ്ങൾ ഏറ്റവും മികച്ചതായതുകൊണ്ട് ജയിച്ചു എന്ന് വിചാരിക്കരുത്. മറിച്ച് മറ്റ് ടീമിലെ കുട്ടികളിൽ എന്തോ ഒരു കുറവ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു, അത് മറികടക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചതെന്ന് ചിന്തിക്കുക. ഒരുപക്ഷെ മറ്റൊരു കളിയിൽ അവരുടെ കുറവുകൾ മനസ്സിലാക്കി അതൊക്കെ മനോഹരമായിട്ട് പരിഹരിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ കളിച്ചാൽ നമ്മളും പരാജയപ്പെട്ടേക്കാം. അതുകൊണ്ട് ഒരിക്കലും ഓവർ കോൺഫിഡൻസ് ഒരു കളിയിലും വരാനായിട്ട് സാധിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുക. മനോഹരമായ രീതിയിൽ തന്നെ സൗഹൃദപരമായിട്ടുള്ള രീതിയിൽ തന്നെ കളികൾ നയിക്കുവാനായിട്ട് പരിശ്രമിക്കുക. നമുക്കറിയാം, കളിയിൽ വീറും വാശിയൊക്കെ ഉണ്ട്. പക്ഷെ അവസാന വിസിൽ മുഴങ്ങുന്ന വേളയിൽ നമ്മൾ ഏറ്റവും സൗഹൃദത്തിൽ ഓരോ ടീംമേറ്റ്സും മറ്റ് ടീമിലെ അംഗങ്ങളെ സ്നേഹത്തോടെ ആശ്ലേഷിക്കുവാനും പ്രോത്സാഹിപ്പിക്കാനും സന്നദ്ധരായിരിക്കണം.
നമ്മൾ ക്രിക്കറ്റിലും ഫുട്ബോളിലൊക്കെ കാണുന്ന സ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അവർ കളികൾ കഴിയുമ്പോൾ ബഹുമാനാർത്ഥം തങ്ങളുടെ ജേഴ്സി എതിർ ടീമിൽ തങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന കളിക്കാർക്ക് കൊടുക്കുക എന്നത്. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞ് ഇത്രയാണ്: ഓരോ കളിക്കാരനും ഓരോ കളിയിൽ 100% സമർപ്പണം നടത്തുന്നുണ്ട്. ആ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജേഴ്സിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അവരുടെ ശരീരത്തിൽ നിന്ന് വന്ന അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള വിയർപ്പാണ്. അങ്ങനെ ഞങ്ങളുടെ 100% ഡെഡിക്കേഷൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന ഈ വിയർപ്പ് മറ്റുള്ള ഒരു ടീമിലെ ഒരു വ്യക്തിക്ക് നമ്മൾ കൈമാറുന്നത് ബഹുമാനാർത്ഥമാണ്. അത്രയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ബഹുമാനാർത്ഥത്തിൻ്റെ ഭാഗമായിട്ടാണ് ജേഴ്സികൾ കൈമാറുക. ഞാനിത് പറഞ്ഞത്, നമ്മൾ ഈ കളികൾ ഇവിടെ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുള്ളിൽ ഒരിക്കലും ഒരു വാശിയോ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പാടില്ല. മറിച്ച് കളി കഴിയുമ്പോൾ ഏറ്റവും സൗഹൃദത്തിൽ സ്നേഹത്തിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനും ആശംസിക്കുവാനും വിജയങ്ങൾ നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ടൂർണമെന്റ് ഇവിടെ മനോഹരമായിട്ട് സംഘടിപ്പിക്കുവാനായിട്ട് സഹകരിച്ച എല്ലാ മാനേജ്മെന്റിനും എല്ലാ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കളികൾ കാണുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശംസകൾ നേർന്നുകൊണ്ടും ഔദ്യോഗികമായി ഈ ഒരു ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. In this Quad Series final match. Still 2. The difference. England centre pass. And space created for Guthrie. The crowd are making the players fully aware of how much is left, but not on this occasion to pop another one in before the quarter ends. And it's the Roses that have a 2-goal lead after the first quarter in this Quad Series final match. Still 2. The difference. England centre pass. Space created for Guthrie. Oh, lovely. Metcalf had taken attention of the defenders on one side, Guthrie attacks down the other. Yeah, there was a nodding from the England bench when that came off and resulted in England's 17th goal to give them a 3-goal advantage. Is so light on her feet. She's like a ballerina and she just floats around, but with strength and purpose. She's beautiful to watch. She does. She's incredibly agile and athletic for her height. So, up and running again. The crowd are making the players fully aware of how much is left, but not on this occasion to pop another one in before the quarter ends. And it's the Roses that have a 2-goal lead after the first quarter in this Quad Series final match. Still 2. The difference. England centre pass. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness had a thing way. But that was in the better days before I met you. When I let you walk into my heart. Congratulations and celebration.